ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഇഡ്ഡലി തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ സാധാരണ പച്ചരിയോ ഇഡ്ഡലി റൈസോ ഒക്കെ വെച്ചിട്ടല്ലേ തയ്യാറാക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉണക്കലരി എടുത്തിട്ടാട്ടോ. നമ്മൾ പായസം വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഉണക്കലരി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നുപരിപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ്. 1/4 ടീസ്പൂൺ ഉലുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വെക്കാം. ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമ്മളിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കായിൽ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുത്തരി ചോറാട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കാകുമ്പോൾ നമ്മൾ കുറച്ച് തരിതരിപ്പ് പോലെ ആട്ടോ അരച്ചെടുക്കേണ്ടത്. ദോശയാണെങ്കിൽ കുറച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സാധാരണ നമ്മൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് 8 മണിക്കൂറല്ലേ മാറ്റി വെക്കുന്നത്, അതുപോലെ തന്നെ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ മാറ്റി വെക്കാം. 8 മണിക്കൂറിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്, നല്ല വെണ്ണ പോലെ മാവ് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ഇഡ്ഡലി ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ചിട്ട് നമ്മൾ ഉണക്കലരി ചേർത്തുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണ പരട്ടിയതിന് ശേഷം മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലിത്തട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം താല്പര്യമുള്ളവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ആ ഒരു തട്ടിൽ നിന്ന് വിട്ടിട്ട് നല്ല ഈസി ആയിരിക്കും. അതുപോലെ തട്ട് വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ മാവ് കോരി ഒഴിക്കുക. അപ്പോഴും നമുക്ക് തണുത്തതിന് ശേഷം ഇഡ്ഡലി ഇതിൽ നിന്ന് തട്ടിൽ നിന്ന് വിട്ട് കിട്ടാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഹൈ ഫ്ലെയിമിലാട്ടോ ആദ്യം വേവിച്ചെടുക്കുന്നത്, എന്നാലേ നല്ലപോലെ ഒന്ന് പൊങ്ങി കിട്ടുള്ളൂ. അതിന് ശേഷമാണ് പിന്നെ നമ്മളൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തട്ടിൽ ഇഡ്ഡലി റെഡി ആയതിനു ശേഷമാണ് രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുക്കുന്നത്. കാരണം ആദ്യത്തെ ഇഡ്ഡലി റെഡി ആയിട്ട് നമ്മൾ ആ മേലത്തെ തട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ മേലത്തെ ആവിയുള്ളൊക്കെ ഊറ്റിയിട്ട് അടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുറച്ച് പറ്റലുണ്ടാകും ഇഡ്ഡലിക്ക്. അതുകൊണ്ട് ആദ്യത്തെ റെഡി ആയതിനു ശേഷം മാത്രം മേലത്തെ വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം രണ്ടാമത്തെ തട്ടും വെച്ചിട്ട് ഒന്ന് ആവി കയറിയതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ചൂടോടെയാണ് കേട്ടോ ഒന്ന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല അടിപൊളി ഇഡ്ഡലിയാണ് എന്നുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. താങ്ക്